ഉള്ളവരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് വിഭിന്നമായതൊന്നും ഈ കഴിഞ്ഞ ദിവസവും നടന്നിട്ടുമില്ല. എന്നിട്ടും UDF സർക്കാരിൻ്റെ നെഞ്ചത്തേക്ക് വെച്ച് കെട്ടുവാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയപ്പോൾ എടോ സി പി എമ്മുകാരാ നിന്നോട് ഒരൊറ്റ ചോദ്യം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഒരു കോടതി വിധി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കേസ് കോടതിയിൽ ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും ഈ കേസിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം സർക്കാർ നിന്നിട്ടുണ്ടോ? ഈ കേസിൽ കഴിഞ്ഞ വിധി വന്നിട്ട് കുറേ ദിവസമായല്ലോ. പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമ്പോൾ വന്ന വിധിയാണല്ലോ. ആ വിധിയും തൂക്കിപ്പിടിച്ച് പലപ്പോഴായിട്ട് അവിടെ പോലീസും സന്നാഹങ്ങളും എത്തിയിട്ടുമുണ്ടല്ലോ. അന്നൊക്കെ സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? എന്തുകൊണ്ട് ഈ വിധിയെ ചോദ്യം ചെയ്യാനോ ഈ വിധിക്ക് മുകളിൽ ഈ വിധിയെ മറികടക്കാവാനുള്ള ഒരു പ്രവൃത്തി പിണറായി വിജയൻ്റെ സർക്കാരോ നടത്തിയില്ല? എന്നാൽ വളരെ കൃത്യമായി മണിക്കൂറുകൾ മാത്രം അധികാരത്തിലെത്തിയ മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിൻ്റെ പുതിയ ഗവൺമെൻറ് VD സതീശൻ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നു. കോടതിയിലേക്ക് പോകുന്നു, കക്ഷി ചേരുന്നു, സർക്കാരിൻ്റെ ഭാഗം പറയുന്നു, കൃത്യമായിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതാണടാ വിജയനും സതീശനും തമ്മിലുള്ള വ്യത്യാസം. ജനങ്ങളുടെ സർക്കാരാണ്. ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പോലീസ് അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് കോവിന്ദൻ പറഞ്ഞത് എന്താ? ബുൾഡോസർ രാജ്. എന്നാൽ ഈ കോവിന്ദൻ്റെ പാർട്ടിയോ കോവിന്ദൻ്റെ മുഖ്യമന്ത്രിയോ ഒരുത്തനും ഇവരുടെ കാര്യത്തിൽ ഒരു നിയമ നടപടി കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അപ്പീൽ പോകാനോ അതിലൊരു മറ്റൊരു നടപടിയിലേക്ക് പോകാനോ ഈ കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അവിടെയാണ് കക്ഷി ചേർന്നുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സർക്കാർ ഒരു നയമെടുക്കുന്നതും ഇപ്പം തിങ്കളാഴ്ച ഇത് വീണ്ടും കോടതിയിലെത്തുക അല്ലേ? സ്വാഭാവികമായിട്ടും കോടതിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗം സർക്കാർ പറയുമ്പോൾ ചില കൺസിഡറേഷനുകൾ കോടതിക്ക് നൽകേണ്ടതായിട്ട് വരും. ഇനി അങ്ങനെ ഒരു കൺസിഡറേഷൻ നൽകിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനുള്ള ഒരു പരിഹാരം സംസ്ഥാന സർക്കാർ, UDF ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പുകൾ തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷകളും അല്ലേ? ആ പ്രതീക്ഷകൾക്കൊത്തുയരും ഈ സർക്കാർ എന്ന് പറയുന്നതിന് കാരണം ഇത് ജനങ്ങളുടേതാണ്.